Hi students, welcome to today's chemistry class, Hydrogen Part 2. Hydrogen in the chapter Hydride and the part Hydrides. എന്താണ് hydrides? നമുക്ക് നോക്കാം. Hydrides. When dihydrogen combines with the other elements to form various compounds, that compounds are called as hydrides. Hydrogen മറ്റുള്ള എലിമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെയാണ് hydrides എന്ന് പറയുന്നത്. The hydrides are classified into three categories. First one, ionic hydrides. അല്ലെങ്കിൽ നമുക്ക് വേറെ പേരുകളുണ്ട്. അയോണിക് എന്ന് വിളിക്കാം, സലൈൻ ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ് എന്നും പറയും. അയോണിക് ഹൈഡ്രേറ്റ്സിന് മൂന്ന് തരത്തിലുള്ള പേരാണ് അയോണിക്, സലൈൻ ആൻഡ് സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോയിchiometric ഹൈഡ്രേറ്റ്സ്. ഇതിന് മൂന്നായിട്ട് ഹൈഡ്രേറ്റ്സിനെ തിരിച്ചിരിക്കുന്നു: അയോണിക് ഹൈഡ്രേറ്റ്സ്, കോവാലന്റ് ഹൈഡ്രേറ്റ്സ്, മെറ്റാലിക് ഹൈഡ്രേറ്റ്സ്. അയോണിക് ഹൈഡ്രേറ്റ്സിനെ വിളിക്കുന്ന പേരാണ് സലൈൻ ഹൈഡ്രേറ്റ്സ്. Saline hydrides, these are formed by metals which are more electropositive than hydrogen. Such metals are of group 1 and group 2, except beryllium and magnesium. Group 1 group 2 എലിമെന്റ്സുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന സ്പീഷീസ് ആണ് ഹൈഡ്രൈഡ്സ്. ഇവിടെ ബെർലിയവും മഗ്നീഷ്യവും ഇല്ല. ബാക്കി ഗ്രൂപ്പ് 2 ബെർലിയവും മഗ്നീഷ്യവും വെച്ച് ബാക്കി എല്ലാ മെറ്റൽസും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഹൈഡ്രേറ്റ്സിനെയാണ് സലൈൻ ഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അയോണിക് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ ടു ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻ ഹൈഡ്രജൻ അയോൺസ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സലൈൻ ഹൈഡ്രൈഡിന് ലിഥിയം ഹൈഡ്രൈഡ്. ഇവിടുത്തെ ലിഥിയത്തിലെ ഇലക്ട്രോൺ ആണ് ഹൈഡ്രജനിലേക്ക് പോകുന്നത്. അയോണിക് ബോണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദീസ് ആർ ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ ടു ഹൈഡ്രജൻ ആറ്റം. അതുപോലെ സോഡിയം ഹൈഡ്രേറ്റ്, കാൽസ്യം ഹൈഡ്രേറ്റ്, ഇതെല്ലാം സലൈൻ ഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ അയോണിക് ഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ്. ഓക്കെ, അന്നേരം ഒരു സലൈൻ ഹൈഡ്രേറ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാവുന്നത്? ലിഥിയം ഹൈഡ്രേറ്റ്, സോഡിയം ഹൈഡ്രേറ്റ്, കാൽസ്യം ഹൈഡ്രേറ്റ്, ഇതെല്ലാം എന്താണ്? സലൈൻ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അയോണിക് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. ഏത് പേര് വെച്ചാൽ ഓർത്തിരിക്കുക ഏതാണ് എക്സാമ്പിൾ എന്നുള്ള കാര്യവും. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് പോലെ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതാണ്. ഇവിടെ സലൈൻ ഹൈഡ്രേറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സലൈൻ ഹൈഡ്രേറ്റ്സിൻ്റെ റിയാക്ഷൻ ഫോർ എക്സാമ്പിൾ NaH എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രേറ്റ് ആണ്. റിയാക്ട് വയലൻ്റ്ലി വിത്ത് വാട്ടർ പ്രൊഡ്യൂസിങ് ഡൈഹൈഡ്രജൻ ഗ്യാസ്. സലൈൻ ഹൈഡ്രേറ്റ് ആണ് NaH H2O കമ്പൈൻ ചെയ്ത് അത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമായി മാറുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു. നമുക്കിവിടെ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാണ് വെള്ളവുമായിട്ട് സലൈൻ ഹൈഡ്രേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ. ഓർത്തിരിക്കുക, സോഡിയം ഹൈഡ്രേറ്റ് വെള്ളവുമായിട്ട് കൂടി ചേരുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആൽക്കലൈൻ സൊല്യൂഷനായ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2 ഗ്യാസ്. Stoichiometric compounds of dihydrogen formed with most of the S block elements which are highly electropositive in character. Saline hydrides. The ionic hydrides are crystalline, non-volatile and non-conducting in solid state. Solid സ്റ്റേറ്റിനകത്ത് ഈ സലൈൻ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അയോണിക് ഹൈഡ്രേറ്റ്സ് ആർ ക്രിസ്റ്റലൈൻ, നോൺ വോളറ്റൈൽ ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഹവർ they melt conduct electricity and on electrolysis liberate dihydrogen gas at anode which confirms the existence of hydrogen ion. ഓക്കെ, അന്നേരം നമ്മളിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അയോണിക് ഹൈഡ്രേറ്റ്സിനെ പറ്റിയാണ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. സലൈൻ ഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അയോണിക് ഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ സോൾട്ട് ലൈക്ക് ഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമായിട്ടുള്ള മെറ്റൽസുമായിട്ട് ഗ്രൂപ്പ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് കോവാലന്റ് ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്. അതായത് നമ്മുടെ ഈ ഹൈഡ്രേറ്റിന് രണ്ട് പേര് പറയാം, ഒന്നെങ്കിൽ കോവാലന്റ് അല്ലെങ്കിൽ ഓർ മോളിക്കുലാർ ഹൈഡ്രേറ്റ്. Dihydrogen forms molecular compounds with most of the P block elements. Most familiar example CH4, NH3, H2O
ആൻഡ് HF ഇതെല്ലാം കോവാലൻ്റ് ഓർ മോളിക്കുലർ ഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ അതർ മെറ്റൽ എലിമെൻസുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഫോർ കൺവീനിയൻസ് hydrogen compounds of non-metals have also been considered as hydrides. Being covalent, they are volatile compound. Being covalent, they are volatile compound ആണ്. ഇതിൽ നമുക്കിവിടെ മനസ്സിലാക്കുന്നത് കോവാലൻ്റ് ഓർ മോളിക്കുലർ ഹൈഡ്രേറ്റിന് എക്സാമ്പിൾ നമുക്ക് പറയാം. CH4, NH3, H2 ആൻഡ് HF ഒക്കെ കേട്ടോ. ഈ കോവാലൻ്റ് ഹൈഡ്രൈഡിനെ മൂന്നായിട്ട് തിരിക്കുകയാണ്. കോവാലൻ്റ് ഹൈഡ്രേറ്റ് പറയുന്നത് വേറെ പറയണം. കോവാലൻ്റ് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ ഹൈഡ്രേറ്റ് മൂന്നായിട്ട് തിരിക്കുകയാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. എന്താ അർത്ഥം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന്? ഇലക്ട്രോൺ കുറവുള്ളത്. ഇലക്ട്രോൺ പ്രിസൈസ്. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ, അതായത് ബോണ്ടിങ്ങിന് ആവശ്യമായ ഇലക്ട്രോൺസ് എല്ലാം കറക്റ്റ് ഉണ്ട്. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രൈഡ്, അതായത് ഹൈഡ്രജൻ വേറെയുള്ള എലിമെൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രൈഡ് ഉണ്ടായി. ആ ഹൈഡ്രൈഡിനകത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളതാണ്. അതാണ് കോവാലൻ്റ് ഹൈഡ്രേറ്റ്സിനകത്ത് ഇലക്ട്രോൺ റിച്ച്. കോവാലൻ്റ് ഹൈഡ്രേറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ് ആൻഡ് ഇലക്ട്രോൺ റിച്ച്. നമുക്കിതൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്? ഡെഫിഷ്യൻറ്റ് കേൾക്കുമ്പോഴേ അറിയാം, കുറവ്. These hydrates have very few electrons for writing its conventional Lewis structure. Boron family forms electron deficient compounds. Boron family എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് 13 ഫോംസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. ദീസ് ഹൈഡ്രേറ്റ്സ് ബിഹേവ് ആസ് ലെവീസ് ആസിഡ്, അതായത് ഇലക്ട്രോൺ പെയർ എക്സെപ്റ്റ്. ഫോർ എക്സാമ്പിൾ ഡൈബോറൈൻ B2H6. B2H6 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഗ്രൂപ്പ് 13 എലിമെൻ്റായ ബോറോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതാണ് B2H6 ഡൈബോറൈൻ. ഈ ഡൈബോറൈനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഡൈബോറൈനകത്ത് ഇലക്ട്രോൺ വളരെ കുറവായിരിക്കും. ബോണ്ടിങ്ങിന് ശരിയായിട്ടുള്ള വിധത്തിലുള്ള ഇലക്ട്രോൺസ് അവിടെ കാണത്തില്ല. അതുകൊണ്ടാണ് ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഡൈബോറൈനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ ഒരു ബനാന ടൈപ്പ് ബോണ്ടൊക്കെയാണ് ഉള്ളത്. അങ്ങനെയുള്ളതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോൺ ശരിയായ വിധത്തിലില്ല ബോണ്ടിങ് നടത്താൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. എന്നിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഹൈഡ്രജൻ ഗ്രൂപ്പ് 13 എലിമെൻ്റായ ബോറോണുമായിട്ട്, ഇപ്പം ബോറോൺ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്, ബോറോണുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഡൈബോറൈൻ ഉണ്ടാകുന്നു. ഡൈബോറൈൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ടാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് അതുകൊണ്ട് ഡൈബോറൈൻ അല്ലെങ്കിൽ ദീസ് ഹൈഡ്രേറ്റ്സ് ബിഹേവ് ആസ് ലേവീസ് ആസിഡ്. എന്താ ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ? ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററിനെയാണ് ലേവീസ് ആസിഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററിനെയാണ് ലേവീസ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രേറ്റ്സ്. ഇനി ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ്, കറക്റ്റായിട്ടുള്ള ഇലക്ട്രോൺ നമ്പർ അവിടെ ബോണ്ടിങ്ങിനുണ്ട്. അങ്ങനെയുള്ള ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടിനെയാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 13 കൂടി ചേരുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ഉണ്ടാകുന്നത് ഹൈഡ്രേറ്റ്സ്. ഇലക്ട്രോൺ പ്രിസൈസ് ഉണ്ടാകുന്നത് കാർബൺ ഫാമിലി ഫോം സച്ച് ടൈപ്പ് ഓഫ് ഹൈഡ്രേറ്റ്സ്. കാർബൺ അടങ്ങിയ കാർബൺ ഫാമിലിക്കകത്ത് നമുക്ക് ഈ ടൈപ്പ് ഹൈഡ്രേറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. കോമ്പൗണ്ട്സ് ഹൗ ടെട്രാഹെഡ്രൽ ജോമെട്രി. ഫോർ എക്സാമ്പിൾ CH4, കാർബണ് ചുറ്റും 4 ഹൈഡ്രജൻ വന്നിരിക്കുന്നു. അതിനകത്ത് കറക്റ്റായിട്ടുള്ള ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടാനുള്ള ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഒക്കെ അവിടെ ഉണ്ട്. കൂടുതലും ഇല്ല, കുറവുമില്ല. അങ്ങനെയുള്ളതിനെയാണ് പറയുന്നത് പ്രിസൈസ് എന്ന് പറയുന്നത്. ദീസ് ഹൈഡ്രേറ്റ്സ് ഹാവ് ദ required numbers of electron to write their conventional Lewis structure. These hydrates have the required numbers of electrons to write their conventional Lewis structure. Example CH4, electron precise hydrates. അടുത്ത ടൈപ്പ് ഹൈഡ്രേറ്റ് ആണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ആ ഹൈഡ്രേറ്റിനകത്ത് ഉണ്ടായിരിക്കും. നമുക്കൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണ്. These hydrates have excess number of electrons. For example, ഓക്സിജനുമായിട്ടാണ് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അന്നേരം അതിനെന്ത് കാരണമാണ്? ഇലക്ട്രോൺ റിച്ച് ആക്കാൻ കാരണമാണ്. പിന്നെ നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി ആൻഡ് ഫ്ലൂറിൻ ഫാമിലി. നൈട്രജനിൽ ഇഷ്ടം ലോൺ പെയർ ഉണ്ട്, ഓക്സിജനിലുണ്ട്, ഫ്ലൂറിനിലുണ്ട്. ഫോംസ് 3 these type of hydrates. These compounds behave like Lewis base. ഓർത്തിരിക്കുക, ഒരു കൂട്ടർ ലേവീസ് ആസിഡായി. ഏത് ഗ്രൂപ്പായിരുന്നു? ഗ്രൂപ്പ് 13 ആയിരുന്നു. ഈ ഗ്രൂപ്പ് 14, 15, 16 എടുക്കുകയാണെങ്കിൽ
ഹൈഡ്രൈഡ് അവരുടെ ഹൈഡ്രജൻ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതെല്ലാം ലേവീസ് ബേസ് ആകുന്നു. വാട്ട് ഇസ് ലേവീസ് ബേസ്? ലേവീസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ കൊടുക്കുന്ന ആൾക്കാരെയാണ് ലേവീസ് ബേസ്. ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് ലേവീസ് ആസിഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ലേവീസ് ബേസ് ആണ്. Presence of lone pairs of electrons on high electronegativity elements like nitrogen, oxygen and fluorine result in hydrogen bonding. Example NH3 and H2O example ആണ് NH3 and H2O. ഓക്കെ, നമ്മളിപ്പം ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡായ അമോണിയയും H2Oയും കാണുകയാണ്. അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്, വെള്ളം എന്ന് പറയുമ്പോൾ H2O ആണ്. അമോണിയ NH3 ഹൈഡ്രൈഡാണ്. ആ ഹൈഡ്രൈഡിനകത്ത് നൈട്രജനെ ലോൺ പെയർ ഉണ്ട്, അതാണ് ഇലക്ട്രോൺ റിച്ച്. അതുപോലെ H2Oയ്ക്കകത്ത് ഓക്സിജനിൽ ലോൺ പെയർ, 2 ലോൺ പെയർ ഉണ്ട് ഓക്സിജനിൽ, നൈട്രജനിൽ 1 ലോൺ പെയർ. എന്നാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഹൈഡ്രൈഡ്സ് ആണ്. നമ്മളിവിടെ പരിചയപ്പെട്ട 3 പേര് ഏതൊക്കെയാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്. കോവാലന്റ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സിന് 3ആയിട്ട് കണ്ടു. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. എക്സാമ്പിൾ ഡൈബോറൈൻ. ദേ ആക്ട് ആസ് ലേവീസ് ആസിഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ആർ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ്, ഓർത്തിരിക്കുക. അടുത്തന്നെ ഇലക്ട്രോൺ പ്രിസൈസിന് എക്സാമ്പിളാണ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് പ്രിസൈസ് ആണ്. എക്സാമ്പിൾ CH4 ആണ്. ദേ ഹാവ് ടെട്രാഹെഡ്രൽ ജോമെട്രി ആണ് ഇലക്ട്രോൺ പ്രിസൈസ്. അടുത്ത സ്ട്രക്ചറാണ്, അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 15 to 17 എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 15 to 17 എലിമെൻറ്റ്സിലെ എലിമെൻറ്റ്സ് ആണ് ഹൈഡ്രജനുമായിട്ട് കൂടി ചേരുന്നതാണ് അമോണിയ, H2O ഒക്കെ. അന്നേരം അത് ദേ ആക്ട് ആസ് ലേവീസ് ബേസ്, ദാറ്റ് ഈസ് ദേ ആർ ഇലക്ട്രോൺ ഡോണർ. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായി. കോവാലന്റ് ഓർ മോളിക്കുലർ ഹൈഡ്രൈഡ്സ് എന്താണെന്ന് 3 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഉണ്ടാകുന്ന ഗ്രൂപ്പ് 13 എക്സാമ്പിൾ B2H6. ഇലക്ട്രോൺ പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉള്ള ബോണ്ടിങ് ആണ്. അതാണ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആണ്. ഓർത്തിരിക്കുക, ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലിയാണ് അതവിടെ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ CH4. ഇനി ജോമെട്രി ഉണ്ട്, ദേ ഹാവ് ടെട്രാഹെഡ്രൽ ജോമെട്രി. പിന്നെ ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ ഗ്രൂപ്പ് 15, 17 അങ്ങനെയുള്ള 15 തൊട്ട് 16, 17 എലമെൻറ്റ്സ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. എക്സാമ്പിൾ അമോണിയ, H2O. 3 ടൈപ്പ് ഹൈഡ്രൈഡ്സിനെ പരിചയപ്പെട്ടു. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഡൈബോറൈൻ, ഇലക്ട്രോൺ പ്രിസൈസ്, CH4, ഇലക്ട്രോൺ റിച്ച്, അമോണിയ, H2O എന്നുള്ള എക്സാമ്പിളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ്. മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് അല്ലെങ്കിൽ അതിന് പറയുന്നത് ഇന്റർസ്റ്റിഷ്യൽ ഹൈഡ്രൈഡ്സ്. These are formed by many D block and F block elements. D ബ്ലോക്കിലെയും F ബ്ലോക്കിലെയും എലിമെൻറ്റ്സ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് ഇന്റർസ്റ്റിഷ്യൽ ഹൈഡ്രൈഡ്സ്. However, the metals of group 7, 8 and 9 do not form hydrides. Even from group 6, only chromium forms chromium hydride. These hydrides conduct heat and electricity through not as efficiently as their parent metal do. Okay, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. La ഹൈഡ്രജൻ, അതുപോലെ ഇട്രിയം YbH, ടൈറ്റാനിയം H, സിർക്കോണിയം H, ഇതെല്ലാം ഇന്റർസ്റ്റിഷ്യൽ ഹൈഡ്രൈഡ്സ് ആണ്. In such hydrates, the law of constant composition does not hold good. ഇങ്ങനത്തെ ഹൈഡ്രൈഡ്സിനകത്ത് the law of constant composition does not hold good. ഇതെന്താണ് ഇന്റർസ്റ്റിഷ്യൽ ഹൈഡ്രൈഡ്സ് അല്ലെങ്കിൽ മെറ്റാലിക് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക്? ഇത്ര ഓർത്താൽ മതി. These are formed by many D and F block elements എന്നുള്ള ഓർത്തിരിക്കുക വിത്ത് ഹൈഡ്രജൻ. ഇപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ കണ്ടത് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ലേവീസ് ആസിഡ് ഏതായിരുന്നു? ഹൈഡ്രജൻ ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ആണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം. ഇവരുമായിട്ട് കൂടി ചേർന്ന് BH3, അലൂമിനിയം ഹൈഡ്രൈഡ്, GaH3, INH3 ഇതെല്ലാം ലേവീസ് ആസിഡ്. ഓക്കെ, ഇപ്പം അടുത്ത ടൈപ്പ് എന്താണ്? നമ്മളിപ്പം പഠിച്ചത് രണ്ടാമത്തെ ടൈപ്പ് ലേവീസ് ബേസ് ആണ്. ഗ്രൂപ്പ് 14, 15, 16 ഗ്രൂപ്പ് 15, 16, 17 ഉള്ളത് ലേവീസ് ബേസ് ആണ്. അതാണ് വയലറ്റ് കളറിൽ കാണുന്നത്. ലേവീസ് ആസിഡിനെ പരിചയപ്പെട്ടു, ലേവീസ് ബേസിനെ പരിചയപ്പെട്ടു. ഇനി അടുത്തതാണ് നമ്മൾ ഇവിടെ കണ്ട സലൈൻ ഹൈഡ്രൈഡ്സ് ആണിത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടെ കൂടിച്ചേരുന്നത്. ഹൈഡ്രൈഡിന്റെ ജനറൽ ഫോർമുല EHX or EMHN, where E is an element symbol.
ഈ ടൈപ്പ് അയോണിക് ഹൈഡ്രൈഡ്, കോവാലന്റ് ഹൈഡ്രൈഡ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്, അല്ലെങ്കിൽ നമ്മൾ വേറെ പേരെന്താ പറഞ്ഞത്, മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. പ്രിസൈസ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡിനൊക്കെ എക്സാമ്പിൾ പറയാമെന്നുള്ളത് അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഹൈഡ്രജൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് വാട്ടർ. നമുക്കറിയാം മനുഷ്യർക്ക് പ്രാഥമിക ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വാട്ടർ എന്ന് പറയുന്നത്, വെള്ളം. A major part of all living organism is made up of water. Human body has about 65% and some plants have as much as 95% water. നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളമുണ്ടല്ലേ. ചില കുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ വെള്ളപ്പിള്ളയെന്ന് പറയും. കാരണം ജനിക്കുമ്പോഴേ നല്ല വീർത്തിനും കുറച്ച് കഴിയുമ്പോൾ ചുങ്ങി അതിൻ്റെ വെയിറ്റ് അങ്ങ് കുറയും. അതുകൊണ്ടാണ് 65% വാട്ടറാണ് ഉള്ളത് ഹ്യൂമൻ ബോഡി. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ കോമ്പൗണ്ട് ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലൈഫ് ഫോം. ഇറ്റ് ഹാസ് എ സോൾവെന്റ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. The distribution of water over the Earth's surface is not uniform. The estimated world water supply is given in വളരെയധികം ഇഷ്ടം ധാരാളം ഉണ്ട് അതിൻ്റെ ഓരോ വാട്ടർ സപ്ലൈയുടെ ഇതൊക്കെ നമുക്കിവിടെ കാണാം. ടേബിള് എസ്റ്റിമേറ്റഡ് വേൾഡ് വാട്ടർ സപ്ലൈ, സോഴ്സ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ, ഓഷ്യൻ 97.33 വാട്ടർ സപ്ലൈ ഉള്ള, സലൈൻ ലേക്സ് ആൻഡ് സലൈൻ ലേക്ക് 0.008, പോളാർ ഐസ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് 2.04. അങ്ങനെ പലതരത്തിലാണ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് വേൾഡ് വാട്ടർ സപ്ലൈ ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇനി വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് നോക്കാം. വെള്ളം എല്ലാവരും കണ്ടിട്ടുണ്ട്, വെള്ളത്തിൻ്റെ കാര്യങ്ങളും എന്താണ് അതിൻ്റെ ഘടനയൊക്കെ നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് എ കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്. ഇറ്റ്സ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. And the unusual property of water in the condensed phase are due to the presence of extensive hydrogen bonding between water molecules. ഇവിടെ വെള്ളം നമുക്കറിയാം, വെള്ളത്തിന് ഫ്രീസിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അതിന് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് ഇവിടെ കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ് The high heat of vaporization and heat capacity are responsible for moderation of the climate and body temperature of living beings. It is an excellent solvent for transportation of ions and molecules required for plant and animal metabolism. Due to hydrogen bonding with the polar molecules, even covalent compounds like alcohol and carbohydrate dissolve in water. നമുക്കറിയാം ആൽക്കഹോളൊക്കെ വെള്ളം ഒഴിച്ച് കുടിക്കുന്നത്, അതായത് കാരണം എന്താണ്, അതിൻ്റെ കോവാലന്റ് കോമ്പൗണ്ടാണ് ഇവരൊക്കെ. ഈ അതുവരെ വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യും. കാരണം എന്താണ്, വെള്ളത്തിനകത്ത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് നല്ല കോവാലന്റ് നേച്ചറുള്ള ആൽക്കഹോള്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വെള്ളത്തിൽ ലയിക്കുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്കൊന്ന് നോക്കാം. മോളിക്കുലാർ മാസ് H2O 18.0151. D2O എന്ന് പറഞ്ഞാൽ ഹെവി വാട്ടർ ആണോ. D2O ഹൈഡ്രജൻ്റെ ഡ്യൂട്ടീരിയം, പ്രോട്ടിയം, ടിഷ്യം എന്നുള്ള ആ ഇതാണ്. നമ്മളിവിടെ D2O 20.0276 ആണ് ഹെവി വാട്ടർ. ഇനി മെൽറ്റിംഗ് പോയിന്റ് H2O 273 ആണ്. D2O 276.8. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 373, 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഇതിനകത്ത് 373, D2O 374. അന്നേരം കൂടുതലാണ് D2Oയ്ക്കെല്ലാം അല്ലേ പ്രോപ്പർട്ടീസൊക്കെ. ഇതിങ്ങനെ അതിൻ്റെ ഡെൻസിറ്റി നോക്കാം. ഡെൻസിറ്റി 1 ആണ്. D2O 1.1059 ആണ്. വിസ്കോസിറ്റി ഓഫ് H2O എന്ന് പറയുന്നത് 0.8903 ആണ്. D2Oയുടെ 1.107 ആണ്. ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 78.39 ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് H2O 78.39. D2O അതായത് ഹെവി വാട്ടർ 78.06. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി H2Oയുടെ 5.7 × 10⁻⁻8. പലതരത്തിലുള്ള പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ പരീക്ഷയ്ക്കൊന്നും നമുക്കത് ചോദിക്കത്തില്ല, എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണെന്നുള്ളത്. ഇനി വാട്ടറിൻ്റെ സ്ട്രക്ചറിലോട്ട് നമുക്കൊന്ന് കിടക്കാം. സ്ട്രക്ചർ ഓഫ് വാട്ടർ ഇതാണ്. H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ കൂടി ചേർന്നാണ് H2O ഉണ്ടായിരിക്കുന്നത്. ഈ ഓക്സിജൻ്റെ ചുറ്റും അത്തപ്പോട്ടിരിക്കുന്ന പോലെ എന്താണ്, അതിൻ്റെ പേരാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്സിജനിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ മടിയന്മാരായിട്ട് 2 പെയറായിട്ട് ഇലക്ട്രോൺസ് നിൽക്കുക ചുറ്റും. അതിനെയാണ് ലോൺ പെയർ എന്ന് പറയുന്നത്. വാട്ടർ H2O 2 ഷെയർഡ് പെയർസ് ആൻഡ് 2 അൺഷെയർഡ് പെയർസ്. ഇതാണ് ഷെയർഡ് പെയർസ്, ഇത് അൺഷെയർഡ് പെയർസ്.
The unshaded pairs influence the shape. ഈ unshaded pair കാരണമാണ് ഇതിനൊരു ഷേപ്പ് ഉണ്ടാകുന്നത്. ഷേപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് bend shape എന്ന് പറയുന്നത്. Bend shape. The reason water has bend shape is that the two lone pair of electrons are on the same side of the molecule. This repulsion of lone pair of electrons on the oxygen atom causes the bond of the hydrogen to the oxygen to be pushed downward. അതുകൊണ്ടാണ് ഇവിടെ ലോൺ പെയർ ഉണ്ടാകുന്നത്. ലോൺ പെയറിന് റിപ്പൽഷൻ കാരണമാണ് അവിടെ ബെൻഡ് ഷേപ്പ് ഉണ്ടാകുന്നത് ഓർത്തിരിക്കുക. ബെൻഡ് എന്തുകൊണ്ടാണ് H2O ബെൻഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണം ഓക്സിജന് 2 ലോൺ പെയർ ഉണ്ട്, അവിടെ റിപ്പൽഷൻ ഉണ്ടാകുന്നു. This repulsion of the lone pairs of electrons on the oxygen atom cause the bond of the hydrogen to the oxygen to be pushed downward. ഇവിടെ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ലെന്ത് ആണ് 95.7 പൈക്കോമീറ്റർ. ഓക്കെ, ഈ ബോണ്ട് ആംഗിൾ ആണ് 104.5 ഡിഗ്രി. ഇത് ഈ ബോണ്ട് ആംഗിൾ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് 104.5 ഡിഗ്രി ആയിട്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നേരം മനസ്സിലാക്കുക, H2O സ്ട്രക്ചർ ബെൻഡ് സ്ട്രക്ചർ, ആംഗിൾ 104.5, ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിലുള്ള ബോണ്ട് ലെന്ത് ആണ് 95.7 പൈക്കോമീറ്റർ. ഓക്കെ, ഇവിടെ H2Oയ്ക്കകത്ത് നമ്മൾ ബെൻഡ് ഷേപ്പാണ് അല്ലേ H2Oയ്ക്കകത്ത്. ഇവിടെ ഇതിന് പോളാർ നേച്ചർ, ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് അത് പോളാറാണ്. 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ നമുക്ക് കാണാം. പാർഷ്യലി നെഗറ്റീവ്, പാർഷ്യലി പോസിറ്റീവ് ആണ് 2 ഹൈഡ്രജനും. Water, H2O is a polar because of the bend shape of the molecule. The shape means most of the negative charge from the oxygen on side of the molecule and the positive charge of the hydrogen atom is on the other side of the molecule. This is an example of polar covalent chain. The polar covalent bond ആണ് നമ്മളിവിടെ കാണുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ബെൻഡ് ഷേപ്പ് ആണ്. Water is polar because of the bend shape of the molecule. The shape means most of the negative charge from oxygen on side of the molecule and the positive charge on the hydrogen atom on the other side of the molecule. അതാണ് നമ്മളിവിടെ കാണുന്നത്. 2 നെഗറ്റീവ് 2 പോസിറ്റീവ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പോളാർ നേച്ചർ കാരണം ഓക്സിജൻ്റെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണമാണ് പോളാർ നേച്ചർ വന്നിരിക്കുന്നത്. നമ്മളിവിടെ കാണുന്ന ഈ പടം എന്ന് പറയുന്നത് ഓർബിറ്റൽ ഓവർലാപ്പ് പിക്ചർ ഓഫ് വാട്ടർ ആണ്. ഓർബിറ്റൽ 2 H2 ഹൈഡ്രജൻ ഓക്സിജൻ. ഓക്സിജൻ നമുക്കറിയാം ലോൺ പെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഇൻ ആൻ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓൺ ഓക്സിജൻ. അതുപോലെ ഇതും ലോൺ പെയർ ഇൻ ആൻ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓൺ ഹൈഡ്രജൻ ആണ്, ഓൺ ഓക്സിജൻ. ഇനി ഇവിടെ എന്താണ് കാണുന്നത്? ഇത് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ആൻ ഓക്സിജൻ sp3 ഹൈബ്രിഡ് ആൻഡ് ആൻ ഹൈഡ്രജൻ ഇസ് ഓർബിറ്റൽ. ഇവിടെ നമ്മൾ കാണുകയാണ് OH ബോണ്ട് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് sp3 ഹൈബ്രിഡ് ആൻഡ് ഹൈഡ്രജൻ ആസ് ഓർബിറ്റൽ. ഇതാണ് ഓർബിറ്റൽ ഓവർലാപ്പ് പിക്ചർ ഓഫ് വാട്ടർ. H2O ഓക്സിജൻ ഇവിടെ 2 ലോൺ പെയർ. ഈ ലോൺ പെയർ ഇൻ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓൺ ഓക്സിജൻ. sp3 ഹൈബ്രിഡ് ആണ് നിൽക്കുന്നത് കാരണം സിംഗിൾ ബോണ്ട് ആണല്ലോ അല്ലേ. ഇനി H2Oയ്ക്കകത്ത് 2 ടൈപ്പ് ബോണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് H2Oയ്ക്കകത്ത് ഹൈഡ്രജൻ ബോണ്ടും ഉണ്ട്, കോവാലന്റ് ബോണ്ടും ഉണ്ട്. ഇതുകൊണ്ടാണ് ഇതിനാൽ ഹൈ ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ്. ബോണ്ട്സ് ഇൻ ആൻഡ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്, ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് കോവാലന്റ് ബോണ്ട്. നമുക്ക് വെള്ളം H2O ലിക്വിഡാണ്. H2O അടുത്ത സ്റ്റേറ്റിന് സോളിഡ് സ്റ്റേറ്റ് നമുക്കറിയാം. ഐസ്, നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പം ഫ്രീസറിനകത്തൊക്കെ ഐസ് ഇരിക്കുന്നതാണ് അല്ലേ. അതുപോലെ ഫോറിൻ കൺട്രീസിലൊക്കെ ചെന്നാലും നമുക്ക് ഐസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോളിഡ് ഫോം ഓഫ് വാട്ടർ ആണ് ഐസ്. Intermolecular interaction lead to highly ordered but loose structure in which each oxygen atom is surrounded by 4 hydrogen atoms. 2 of these hydrogen atoms are covalently bonded to the oxygen atom. ഇപ്പോൾ നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും ടെട്രാഹൈഡ്രൻ ഐസ് മോളിക്യൂൾ ഓക്സിജൻ ആണ്. ഇത് ഹൈഡ്രജൻ ആണ് ഈ ഡോട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ടെട്രാഹൈഡ്രൻ ഐസ് മോളിക്യൂൾ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയാണ് ഷേപ്പ് വരുന്നത്, ടെട്രാഹൈഡ്രൻ ഐസ് മോളിക്യൂൾ. ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഐസിൽ intermolecular interaction lead to highly ordered but loose structure in which each oxygen atom is surrounded by 4 hydrogen atom. Each oxygen atom is surrounded by 4 oxygen atom and the 2 others are at a longer distance are hydrogen bonded to the oxygen atom. ഐസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ്. അതായത് ഓക്സിജന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റം. ഈച്ച് ഓക്സിജൻ ആറ്റം ഈസ് സറൗണ്ടഡ് ബൈ 4 ഹൈഡ്രജൻ ആറ്റം എന്നുള്ളതാണ് ഐസിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ഓരോ ഓക്സിജൻ ആറ്റം ഈസ് സറൗണ്ടഡ് ബൈ 4 ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇതാണ് ടെട്രാഹൈഡ്രൻ ഷേപ്പ്.
Ice has a highly ordered three-dimensional hydrogen bonded structure. X-ray shows that each oxygen atom is surrounded tetrahedrally by 4 other oxygen atoms at a distance of 276 picometer. Hydrogen bonding gives ice a rather open type structure with wide holes. These holes can hold some other molecules of appropriate size interstitially. Ice is three-dimensional structure, hydrogen bond structure. X-ray പറയുന്നത് each oxygen atom is surrounded by tetrahedrally by 4 other oxygen atom at a distance 276 picometer. Hydrogen bonding gives ice a rather open type. ഇവിടെ ഓർത്തിരിക്കുക, each oxygen atom is surrounded by tetrahedrally by 4 other oxygen atom at a distance of 276 picometer. ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ഓഫ് ഐസ് ആൻഡ് വാട്ടർ ആണ്. വാട്ടർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഐസിനകത്ത് എം ടി സ്പേസ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, എം ടി സ്പേസ്. ലിക്വിഡ് വാട്ടർ മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഹൈഡ്രജൻ ബോണ്ട്സ് ആർ കോൺസ്റ്റന്റ്ലി ബീങ് ഫോംഡ് ആൻഡ് ബ്രേക്കിംഗ് അപ്പ്. എന്നാൽ ഐസിനകത്ത് ഹെക്സഗണൽ ക്രിസ്റ്റൽ ലാറ്റിസ്, ഹൈഡ്രജൻ ബോണ്ടിങ്സ് ആർ കോൺസ്റ്റന്റ്ലി ബീങ് ഫോംഡ് ലാർജ് എം ടി സ്പേസ്. ലാർജ് എം ടി സ്പേസ് ആണ് ഐസിനകത്തുള്ളത്. ഓർത്തിരിക്കുക, എം ടി സ്പേസ്. നമുക്കിവിടെ ഐസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ, വാട്ടർ കുറച്ചും കൂടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ വന്നിരിക്കുന്നു. അതുകഴിഞ്ഞ് സ്റ്റീം, നമ്മുടെ H2Oയ്ക്ക് 3 ഫോമുണ്ട്: സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ഈ 3 ഫോമിൻ്റെയും അതിൻ്റെ ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഓക്സിജൻ, അതുപോലെ ഹൈഡ്രജൻ ചുറ്റും നിൽക്കുന്നു. ഇതൊക്കെ ഓർത്തിരിക്കുക. വാട്ടർ ദ യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. വാട്ടർ dissolves more substance than any other liquid. The bent molecule shape make it polar. It gives the oxygen atom a partial positive charge and the hydrogen atom partial നമുക്കറിയാം, oxygen atom a partial negative charge and the hydrogen atom partial positive charge. The partial charges attract parts of polar molecule to dissolve them. Water does not dissolve non-polar molecule. ഇപ്പം നമുക്കിവിടെ H2Oയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ ആംഗിളൊക്കെ ബെൻഡ് ഷേപ്പാണ്. സോഡിയം വരുന്നു, പ്ലസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് ഓക്സിജന് നെഗറ്റീവ് ചാർജാണ്, എച്ചിന് പ്ലസ് ആണ്. Cl മൈനസ് ഒക്കെ വന്നാൽ പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സോഡിയം പ്ലസ് O മൈനസുമായിട്ട് വരുന്നു. ദ ബെൻഡ് മോളിക്യൂൾ ഷേപ്പ് ഇസ് പോളാർ ആണ്. ഇറ്റ് ഗീവ്സ് ഓക്സിജൻ ആറ്റം പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, അതുപോലെ തന്നെ ഹൈഡ്രജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഇനി ഒരു പ്രത്യേകത ഉള്ളത്, വാട്ടർ ഡസ് നോട്ട് ഡിസോൾവ് നോൺ പോളാർ മോളിക്യൂൾ. പോളാർ മോളിക്യൂളിനെല്ലാം ഇതാക്കുന്നു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. പലതരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് വാട്ടറിന്. കാരണം യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് വാട്ടർ, അല്ലേ? ആംബോട്രിക് നേച്ചർ കാണിക്കുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് വാട്ടറിൻ്റെ. ആംബോട്രിക് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒരു സമയത്ത് അത് ആസിഡായിട്ടും അത് ആക്ട് ചെയ്യുന്നു. അതായത് ഒരു ബേസ് വരുവാണെങ്കിൽ അത് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി H2Oയുടെ അടുത്ത് ഒരു ആസിഡ് വരുവാണെങ്കിൽ ഇത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള കഴിവുള്ള വസ്തുക്കളെയാണ് പറയുന്നത് ആംബോട്രിക് നേച്ചർ. ഇപ്പം നിങ്ങൾക്കറിയാം, ഓന്തിന് നിറം മാറാനുള്ള കഴിവ് അതിൻ്റെ എൻവയോൺമെൻറ്റ് അനുസരിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വെള്ളത്തിന് ചില സമയത്ത് ആസിഡാകാം, ചില സമയത്ത് ബേസ് ആകാം. അങ്ങനെ പ്രോപ്പർട്ടി ഉള്ളതിനെയാണ് പറയുന്നത് ആംബോട്രിക് നേച്ചർ എന്ന് പറയുന്നത്. ആംബോട്രിക് നേച്ചർ, ഇറ്റ് ഹാസ് എ എബിലിറ്റി ടു ആക്ട് ആസ് ആൻ ആസിഡ് ആസ് വെൽ ആസ് എ ബേസ്. That is, it behaves as an amorphic substance. In the Bronsted sense, it acts as an acid with NH3. Acid with NH3. ഇവിടെ അമോണിയ നമുക്ക് അറിയാം. അമോണിയ എന്ന് പറഞ്ഞാൽ ബേസാണ്. ബേസിൻ്റെ കൂടെ H2 വരുമ്പോൾ അത് ആസിഡായി മാറുന്നു. എന്താണ് ആസിഡും ബേസും കൂടെ കൂടി ചേരുമ്പോൾ OH മൈനസും NH4 പ്ലസ് സോൾട്ടുമായി മാറുന്നു. അതുപോലെ ഇറ്റ് ആക്ട് ആസ് ആൻ ആസിഡ് വിത്ത് NH3 ആൻഡ് എ ബേസ് വിത്ത് H2S. H2S എന്ന് പറഞ്ഞാൽ എന്താണ്? H2S എന്ന് പറഞ്ഞാൽ ആസിഡാണ്. ഹൈഡ്രജൻ സൾഫൈഡ്, ചീഞ്ഞ മുട്ടയുടെ മണം കേട്ടോ ഹൈഡ്രജൻ സൾഫൈഡ്. നമുക്ക് ലാബിലൊക്കെ ഉണ്ട്. ഈ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ അടുത്ത് ആസിഡിക് സ്വഭാവമുള്ള ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ അടുത്ത് വരുമ്പോൾ H2O എന്തായി മാറുന്നു? അത് ആസിഡിൻ്റെ അടുത്ത് ബേസായിട്ട് H2O മാറുന്നു. ഇവിടെ ബേസിൻ്റെ അടുത്ത് ആസിഡായി മാറുന്നു. ഇവിടെ രണ്ട് നേച്ചറും കാണിക്കുന്നു, ആസിഡ് സ്വഭാവവും കാണിക്കുന്നു, ബേസിക് സ്വഭാവവും കാണിക്കുന്നു. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് ആംബോട്രിക് നേച്ചർ എന്ന് പറയുന്നത്. ദ ഓട്ടോപ്രോട്ടോളിസിസ് ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ്. ഓട്ടോപ്രോട്ടോളിസിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് അയണൈസേഷൻ. നിങ്ങൾ ആംബോട്രിക് നേച്ചർ ഒന്ന് നല്ലപോലെ ഓർത്തിരിക്കുക. ആംബോട്രിക് നേച്ചർ എന്നാൽ എന്ത്? ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ആക്ട് ആസ് ആൻ ആസിഡ് ആസ് വെൽ ആസ് ബേസിനെയാണ് ആംബോട്രിക് നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഓട്ടോപ്രോട്ടോളിസിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് അയണൈസേഷൻ ആണ്. H2O ലിക്വിഡ്, H2O രണ്ട് H2O തമ്മിൽ കൂടിച്ചേരും. നമ്മൾ എളുപ്പത്തിന് എഴുതുകയാണ് ഒരു ആസിഡ് 1 ഇത് ആസിഡ് 2 ബേസ് 2 എന്നും കൊടുത്തു.
എന്നിട്ട് അത് ഓട്ടോ പ്രോട്ടോളിസിസ് നടത്തുമ്പോൾ H3O പ്ലസ് പ്ലസ് OH മൈനസ് ആകുന്നു. ഇനി ഇവിടെ നമുക്ക് പറയാം ഇത് ആസിഡ് 2 ആണ്. H3O പ്ലസ് OH മൈനസ് എന്ന് പറയുന്നത് ബേസ് 1 ആണെന്ന് പറയും. അതായത് ആസിഡ് 2വിന് നമ്മൾ കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നു, ബേസ് 1നെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നു. നമ്മൾ ഇക്വിലിബ്രിയം പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചാണ് കോഞ്ചുഗേറ്റ് ആസിഡ് കോഞ്ചുഗേറ്റ് ബേസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വെള്ളം റിഡോക്സ് റിയാക്ഷൻ അത് ഇടുന്നു. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? റിഡക്ഷനും ഓക്സിഡേഷനും ഒരേ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. H2O സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2O ഇവിടെ H2 ആകുന്നു. ഇതൊരു റിഡക്ഷനും ഓക്സിഡേഷനും ഇവിടെ നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡും H2Oയും കൂടെ കൂടി ചേരുമ്പോൾ C6H12O6 പ്ലസ് H2O പ്ലസ് O2 ആകുന്നു. F2 പ്ലസ് H2O ഗീവ്സ് H പ്ലസ് പ്ലസ് F മൈനസ് പ്ലസ് O2. ഇതെല്ലാം റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിളാണ്. റിഡോക്സ് റിയാക്ഷൻ പിന്നെ സോഡിയം ഇപ്പം H2Oയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആൽക്കലൈൻ സൊല്യൂഷൻ തരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സോഡിയത്തെ ആൽക്കലി മെറ്റൽ എന്ന് പറയുന്നത്. ആൽക്കലി മെറ്റൽ വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അത് ആൽക്കലി സൊല്യൂഷൻ തരുന്നതുകൊണ്ടാണ്, അതായത് ബേസിക് സൊല്യൂഷൻ. അടുത്ത തന്നെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചില കോമ്പൗണ്ടുമായിട്ട് H2O റിയാക്ട് ചെയ്യുന്നതിന് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. P4O10 H2O റിയാക്ട് ചെയ്യുമ്പോൾ H3PO4 ആയി മാറുന്നു. SiCl4 H2Oയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ SiO2 പ്ലസ് HCl ആയി മാറുന്നു. അങ്ങനെ ഉള്ളതാണ് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ. ഹൈഡ്രേറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. CrH2O6 3Cl മൈനസ് ഇൻറ്റർസ്റ്റിഷ്യൽ വാട്ടർ എന്ന് പറഞ്ഞാൽ BaCl2 2H2O. അങ്ങനെ വെള്ളം കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ H2O. കോർഡിനേറ്റഡ് വാട്ടർ ഉണ്ട്, ഇൻറ്റർസ്റ്റിഷ്യൽ വാട്ടർ ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് CuH2O4 2 പ്ലസ് SO4 H2O ഇൻ CuSO4 5 H2O ഒക്കെ ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൈഡ്രജൻ ബോണ്ടഡ് വാട്ടർ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ഇൻ CuSO4 5 H2O? അതായത് നമുക്ക് ആൻസർ പറയാം, ഓൺലി വൺ വാട്ടർ മോളിക്യൂൾ വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ ബ്രാക്കറ്റ്. CuSO4 5 H2Oയുമായിട്ട് how many hydrogen bonded water molecules are associated എന്നാണ്. There are only one water molecule which is outside the bracket coordination sphere is hydrogen bonded. The other 4 molecules of water are coordinated. Okay. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഹൈഡ്രജൻ്റെ പലതരത്തിലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും മറ്റ് അനവധി കാര്യങ്ങളുമാണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ കാണുന്നതിന് ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. God bless you.